നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്ര രൂപവുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. അന്ത്യശാസനവുമായി CPI. അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കാതെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന അന്ത്യശാസനയുമായി CPI. RSS നേതാക്കളെ ADGP കണ്ടത് സർക്കാരിന് കളങ്കമാണെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. അന്വേഷണം പൂർത്തിയാകും മുൻപ് MR അജിത് കുമാറിനെ നീക്കണമെന്ന നിലപാടിനോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPIയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബളെ, റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ LDF യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. DGPയുടെ അന്വേഷണം തുടരുകയാണെന്നും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, നടപടിയാണ് വേണ്ടതെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവച്ചത്. അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാണ് CPIM-ന്. RSS നേതാക്കളെ ADGP കണ്ടതും അന്വേഷണ പരിധിയിലുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. CPIക്ക് LDFൽ ഒരു വിലയുമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. CPI പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? CPIക്ക് മുന്നണിക്കകത്തോ ഗവൺമെന്റിനകത്തോ എന്ത് വിലയാണുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ മാറ്റാൻ കഴിയില്ല, അന്വേഷണം നടക്കുകയാണ്. പിന്നെ പ്രകാശ് ബാബു പറയേണ്ട എന്ത് കാര്യം? അപ്പൊ CPI പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് 24. ഒരാഴ്ച പിന്നിട്ടിട്ടും ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി. സർക്കാർ നിർദ്ദേശമില്ലാതെ നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസ് നിലപാട്. എന്നാൽ മലപ്പുറം SP ആയിരുന്ന S. സുജിത് ദാസിനെതിരെയുള്ള മരം മുറിക്കൽ കേസിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ADGP MR അജിത് കുമാറിനെതിരെ നേരിട്ടൊരു അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. പ്രത്യേക അന്വേഷണ സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ല. അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നുമാണ് വിജിലൻസ് മേധാവി വ്യക്തമാക്കുന്നത്. ADGPക്കെതിരെ ലഭിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ നിർദ്ദേശം വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയത്. മലപ്പുറം SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന പരാതിയിൽ S. സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി. കേസെടുക്കാതെയുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രം കേസെടുക്കും. തിരുവനന്തപുരം 1-ാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അതേസമയം ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 7 ദിവസം മുൻപാണ് അന്വേഷണം ആവശ്യപ്പെട്ട് DGP ശുപാർശ നൽകിയത്. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്ക്. ജീവൻ എടുത്ത സമ്മർദ്ദം. തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സമഗ്ര അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജെ അറിയിച്ചു. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് ചർച്ചയായതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് പിതാവ് സിബി 24നോട് പറഞ്ഞു. തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ മാതാവ് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ കമ്പനി ചെയർമാൻ അയച്ച കത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജെയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത അന്നയുടെ പിതാവ് സിബി തൊഴിൽ അന്തരീക്ഷത്തിലെ മാറ്റത്തിനു വേണ്ടിയാണ് കത്തയച്ചതെന്ന് 24നോട് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ നടക്കുന്നത്. അതിനൊരു അവസാനം വരണം.
അതുമാത്രമേ ഉദ്ദേശിച്ചു. ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്യയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അന്യയുടെ മാതാവ് കമ്പനിക്കയച്ച കത്ത് അഖിലേഷ് യാദവും സാക്കിത് ഗോഖലെ എംപിയും പങ്കുവച്ചതോടെ വിഷയം രാജ്യശ്രദ്ധ നേടി. പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിയിൽ പ്രവേശിക്കുന്നത്. ജൂലൈയിലാണ് അന്ന താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. മരണശേഷം 4 മാസമായി കമ്പനി അധികൃതർ തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അന്നയുടെ മാതാവ് കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. മറ്റൊരു വാർത്ത. അരിയൽ ഷുക്കൂർ വധക്കേസിൽ CPIM നേതാക്കളായ P ജയരാജനും TV രാജേഷിനും തിരിച്ചടി. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഇരുവരും വിചാരണ നേരിടണം. നിയമപോരാട്ടം തുടരുമെന്ന് P ജയരാജൻ വ്യക്തമാക്കി. P ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജിക്കെതിരെ ഷുക്കൂറിന്റെ മാതാവിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. കൊലപാതകത്തിൽ ജയരാജനും രാജേഷിനുമെതിരെ തെളിവുകളുണ്ടെന്നും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് സാക്ഷികളുണ്ടെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. 28 മുതൽ 33 വരെ പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ തെളിവുണ്ട്. അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും ആത്തിക്ക ആവശ്യപ്പെടുകയുണ്ടായി. P ജയരാജന്റെയും TV രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു. അതേസമയം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു എന്ന PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുകയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരു നിരപരാധിയായ ഒരു ചെറിയ പയ്യനെ, എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ ഒരു മുതിർന്ന അല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു പരുവം മാറാത്ത ഒരു പയ്യനെയാണ് ക്രൂരമായി കൊന്നത്. കേസിൽ CBI ഇരു പ്രതികൾക്കുമെതിരെ നേരത്തെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഷിരൂരിൽ ദൗത്യം വീണ്ടും തുടങ്ങുന്നു. ഷിരൂരിലേക്കുള്ള ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലൂടെ തെരച്ചിൽ നടത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. പുഴയിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. അരുൺ, വേലിയേറ്റ് ഈ വെള്ളം കുറയുന്ന സമയത്ത് ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗംഗാവലി പുഴയിൽ ഈ അപകടമുണ്ടായത് എന്ന് കരുതുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ചോ? അനുജ, ഇന്ന് രാവിലെയാണ് കാർവാർ തുറമുഖത്ത് നിന്നും ഈ അഴിമുഖം കടന്ന് ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ പ്രവേശിച്ചത്. അതിനുശേഷം ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പാലങ്ങളാണ് ഉള്ളത്. ഒന്ന് ഗംഗാവലി പുതിയ പാലം, അതോടൊപ്പം തന്നെ റെയിൽവേ പാലവുമുണ്ട്. ഈ 2 പാലങ്ങളും മറികടക്കുക വേലിയിറക്ക സമയത്താണ് എന്ന് തന്നെ നേരത്തെ തന്നെ അവർ ഡ്രഡ്ജിംഗ് കമ്പനി ഉൾപ്പെടെ അറിയിച്ചതാണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി ഈ ഡ്രഡ്ജറിന്റെ സഞ്ചാര പാത ഉൾപ്പെടെ നിശ്ചയിച്ചതിന് ശേഷമാണ് വളരെ കരുതലോടെ വളരെ പതിയാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് 2ാമത്തെ പാലത്തിന്റെ തൊട്ട് സമീപത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് റെയിൽവേ പാലം. ഈ പാലം കൂടി കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പുഴയുടെ ഒരു സ്ഥിതി കാണാം. നിലവിൽ ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. ഈ ഇടങ്ങളിലെല്ലാം വലിയ തോതിൽ വെള്ളമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ വേലി ഇറക്ക സമയമായതുകൊണ്ട് തന്നെ വെള്ളം പൂർണ്ണമായും ജലനിരപ്പ് കുറഞ്ഞ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടത്തേക്ക് അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ എത്തിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പാലം അല്പം കൂടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ ഗംഗാവലി പുതിയ പാലത്തിലുള്ള പോലുള്ളൊരു തടസ്സം, അതായത് ഇതിൻ്റെ ഉയരവുമായി ബന്ധപ്പെട്ട തടസ്സം ഈ പാലത്തിനില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ വേലി ഏറ്റ സമയത്തായിരിക്കും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഗംഗാവലി പുതിയ പാലം കടന്ന് അത് മുന്നോട്ട് നീങ്ങുകയാണ്. രാത്രിയോടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഷിരൂരിൽ ഈ ഡ്രഡ്ജർ എത്തിച്ചേരും. നാളെയാണ് തെരച്ചിൽ പുനരാരംഭിക്കുക. എന്തായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ കാണുന്നത്. ദൗത്യസംഘം ഉൾപ്പെടെ അതിൽ ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ ദൗത്യസംഘം ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ നാവികസേന ഉൾപ്പെടെ അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ചില സ്പോട്ടുകളുണ്ട്, ലോറി ഉണ്ട് എന്ന് കരുതുന്ന ചില ഇടങ്ങളുണ്ട്. അവ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആദ്യം മണ്ണ് നീക്കുക. ആ സ്ഥലത്തെ
മണ്ണും കല്ലുകളും പുഴക്കടിയിലുള്ള മണ്ണും കല്ലുകളായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. അതിനുശേഷം ഈ റഡാർ ഡ്രോൺ പരിശോധനകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകളിലും വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ മണ്ണും നീക്കം ചെയ്ത് പുഴക്കടിത്തട്ടിലുള്ള പരിശോധന നടത്തും. അതിന് നാവികസേനയും മാൽപേ സംഘത്തിനെയും നേരത്തെ തന്നെ നിയോഗിച്ചതാണ്. അവർ ഈ ദൗത്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നാവികസേന പുഴയിൽ അടിയൊഴുക്ക് പരിശോധിച്ചു. 3 നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്ക്. കാലാവസ്ഥ അനുകൂലമാണ്. ഷിരൂരിൽ കുറേ ദിവസമായി മഴ മാറി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ ഈ ഡ്രഡ്ജർ വളരെ പതിയാണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, അത് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. ഈ എന്തെങ്കിലും ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം യാത്രാ മധ്യേ ഉണ്ടായാൽ അതിന് തടസ്സമാകും. നേരത്തെ കടലിലൂടെ കൊണ്ടുവരുമ്പോൾ കാറ്റിന്റെ വേഗത കൂടിയ ഘട്ടത്തിൽ രാത്രി മുഴുവനായും ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് പതിയാണ് വരുന്നത്. രാത്രിയോടെയായിരിക്കും ഷിരൂരിൽ എത്തിച്ചേരുക. ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ 2 പാലങ്ങളാണ് കടന്ന് ഷിരൂരിലേക്ക് എത്തേണ്ടത്. ഒരു പാലം കടന്നിരിക്കുന്നു, അടുത്ത പാലം കൂടി കടന്ന് രാത്രിയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. നാളെ ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ പുനരാരംഭിക്കും. അടുത്ത വാർത്ത, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെയുള്ള വെളിപ്പെടുത്തലുകളിൽ 20-ലധികം പേരുടെ മൊഴികൾ ഗൗരവമേറിയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഇവരിൽ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം അന്വേഷണ സംഘം നേരിട്ട് കാണും. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുക്കാനാണ് തീരുമാനം. ഇന്നലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് മൊഴികൾ ഗൗരവമേറിയതെന്ന വിലയിരുത്തൽ. മൊഴി നൽകിയവരിൽ 20 പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ 2ാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും. മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്താകും കേസെടുക്കുന്നതിൽ തീരുമാനം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ആരെയും സമ്മർദ്ദം ചെലുത്തില്ല. പരാതികളുണ്ടെങ്കിൽ അടുത്ത മാസം 3-നുള്ളിൽ കേസെടുത്ത റിപ്പോർട്ട് സമർപ്പിക്കും. മൊഴി നൽകിയവരിൽ പൂർണ്ണമായ പേരും മേൽവിലാസവും രേഖപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടാനും ആലോചനയുണ്ട്. നടപടിക്രമങ്ങളിൽ പൂർണ്ണമായും സ്വകാര്യത ഉറപ്പുവരുത്തണമെന്നാണ് കർശന നിർദ്ദേശം. റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയും മൊഴിയെടുത്തേക്കും. 5 ഉദ്യോഗസ്ഥരോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കാനാണ് നിർദ്ദേശം. 4 വനിതാ IPS ഉദ്യോഗസ്ഥർ, IG സ്പർജൻ കുമാർ എന്നിവരോട് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വായിച്ചു തീർക്കാനാണ് നിർദ്ദേശം. 24 കൊച്ചി. മുകേഷ് MLA ഉൾപ്പെടെവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി രംഗത്ത്. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും തന്നെയും കുടുക്കിയെന്നുമാണ് ആരോപണം. എന്നാൽ യുവതിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ടെന്നാണ് നടിയുടെ പ്രതികരണം. ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. നടിക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നാണ് അടുത്ത ബന്ധു കൂടിയായ യുവതിയുടെ ആരോപണം. 10 വർഷം മുൻപ് തന്നെയും കുടുക്കി. ഓഡിഷനായി ചെന്നൈയിലെത്തിച്ചായിരുന്നു ഇതെന്നും വെളിപ്പെടുത്തൽ. എന്നെ കൊണ്ടൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അവിടെ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ഷേക്ക് ഹാൻഡ് വന്നു. പിന്നെ അടുത്തയാൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു, എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷന് കൊണ്ടുപോവുകയല്ലായിരുന്നു. അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായത്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. എന്നാൽ ആരോപണങ്ങൾ നടി നിഷേധിച്ചു. രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖരാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് പ്രതികരണം. എല്ലാവരുടെയും കളിയാണ് ഇത്. മൊത്തം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസെടുത്ത് അകത്തിടുവാണെങ്കിലേ എനിക്കിത് ഒരറിവുമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഐ വിൽ ഫൈറ്റ്, നോ പ്രോബ്ലം. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. സാങ്കേതിക നടപടിയുടെ ഭാഗമായാണ് പള്ളിത്തോട്ടം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 24 കൊച്ചി. സംസ്ഥാന പദവി തിരികെ നൽകാമെന്ന വാഗ്ദാനവുമായി ജമ്മു കശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി. ശ്രീനഗറിലെയും ഖത്രയിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി രംഗത്തെത്തി. കർഷക പ്രതിഷേധം തുടരുന്ന ഹരിയാനയിൽ വിളകൾക്ക് മിനിമം താങ്ങുവില നൽകുമെന്നാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന പ്രഖ്യാപനം. കർഷകർക്കുള്ള സാമ്പത്തിക സഹായം 6000-ൽ നിന്നും 10,000-ആക്കും. എല്ലാ കുടുംബത്തിനും 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുമെന്നും ശ്രീനഗറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി. हमने देश की संसद में कहा है कि जम्मू कश्मीर फिर से स्टेट बनेगा. यहां बीजेपी सरकार बनेगी तो किसानों के खाते में 6,000 से बढ़ाकर 10,000 रुपये हर साल जमा होंगे. ഖത്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രധാനമന്ത്രി രംഗത്തെത്തി. ദേവീദേവന്മാരെ രാഹുൽ അംഗീകരിക്കുന്നില്ലെന്നും സ്നേഹത്തിന്റെ കടയുടെ പേരിൽ വെറുപ്പ് വിൽക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. वो कहते हैं
हमारे देवी देवता भगवान नहीं है। हिंदू धर्म में देवियों को, देवताओं को पूजने की परंपरा है. ഹരിയാന തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക BJP പുറത്തിറക്കി. സംസ്ഥാനത്തെ മുഴുവൻ അഗ്നിവീറുകൾക്കും സർക്കാർ ജോലി, കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില എന്നിവയാണ് വാഗ്ദാനം. അഗ്നിപത്, കർഷക വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമായ സംസ്ഥാനമാണ് ഹരിയാന. 24 ഡൽഹി. ഇപ്പോൾ എംപോക്സുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി അറിയിക്കുന്നത് രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ്. അതിൽ 23 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. കൂടാതെ വിമാനത്തിലുള്ള 43 പേർ, രോഗി ഇരുന്നതിന് 3 നിര പിന്നിലും മുന്നിലുമുള്ളവർ 43 പേർ സമ്പർക്കത്തിലാണ്, അവർ നിരീക്ഷണത്തിലുള്ളവരാണ് എന്നുകൂടി മന്ത്രി പറയുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് അല്പസമയം മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മലപ്പുറത്തെ എംപോക്സ് നിപ്പ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം അവസാനിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 267 പേരാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 37 പേരുടെ സാമ്പിൾ പരിശോധന നെഗറ്റീവായി. എംപോക്സ് ബാധിച്ച രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 23 പേർ സമ്പർക്ക പട്ടികയിലും 43 പേർ നിരീക്ഷണത്തിലുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് 23 പേരാണ്. അപ്പോൾ ആ 23 പേര് അവര് സെൽഫ് മോണിറ്ററിംഗ് കൂടിയാണ്. കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ബംഗളൂരുവിൽ നിന്ന് വാർത്തയിലേക്കാണ്. ഇനി ബംഗളൂരുവിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി മരിച്ചു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന പുനലൂർ സ്വദേശി സുജയ് സുജാതനാണ് മരിച്ചത്. മതിക്കരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. അരൂർ തുറവൂർ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിയെ തുടർന്ന് ഗതാഗത നിയന്ത്രണം. തുറവൂർ ഭാഗത്തു നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഒരാഴ്ചത്തേക്ക് അടച്ചിടും. അരൂർ ഭാഗത്തു നിന്ന് തുറവൂർ ഭാഗത്തേക്കുള്ള റോഡിൽ മാത്രമാണ് ഗതാഗതം അനുവദിക്കുക. അരൂർ ക്ഷേത്രം മുതൽ അരൂർ പള്ളി വരെയുള്ള ഭാഗത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാലാണ് നിയന്ത്രണം. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോകണം. എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വഴിയോ ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകണം. ഈ റോഡുകളിലൂടെ വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല. രാഹുൽ ഗാന്ധിക്കെതിരായ ഗുരുതര ഭീഷണി പരാമർശത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ കേന്ദ്രം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ പോലീസ് കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് AICC അധ്യക്ഷൻ അയച്ച കത്തിന് പരിഹാസ മറുപടിയായിരുന്നു BJP അധ്യക്ഷൻ JP നഡ്ഡയുടേത്. രാഹുൽ ഗാന്ധിക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥയുണ്ടാകുമെന്നും നാവരിയുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ കേന്ദ്രം മൗനം തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയുണ്ടായില്ല. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി. എന്നാൽ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ US നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. രാഹുൽ ഗാന്ധി നമ്പർ 1 തീവ്രവാദിയാണെന്നായിരുന്നു പ്രസ്താവന. ഇതിനെതിരെയാണ് കർണാടക PCC പോലീസിനെ സമീപിച്ചത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ബംഗളൂരു പോലീസ് കേസെടുത്തത്. BJP നേതാക്കളുടെ പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിന് പരിഹാസ മറുപടിയുമായി BJP അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമാണ്. ജനങ്ങൾ ആവർത്തിച്ച് നിരസിച്ച പരാജയപ്പെട്ട ഉൽപ്പന്നം പോളിഷ് ചെയ്ത് വിപണിയിലെത്തിക്കാനുള്ള ശ്രമമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടേത്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി രാജകുമാരന്റെ സമ്മർദ്ദത്തിന് കീഴിൽ കോപ്പി പേസ്റ്റ് പാർട്ടിയായി മാറിയെന്നും നദ്ദ വിമർശിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച കത്തിലാണ് പരിഹാസം. 24 ബംഗളൂരു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതയില്ല സർ എന്ന പരിപാടിയുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.